അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസ്സലാമു അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ മാസത്തിന്റെ 6ൽ ഒരു ഭാഗം നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഇബാദത്തുകളുമായി സജീവമാകാൻ സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരവസരത്തിൽ പറഞ്ഞു, ആരൊരാളിൽ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ഔലിയാക്കളുടെയും ശൈലി നഷ്ടപ്പെട്ടു പോകുന്നുവോ, നാളെ പരലോകത്ത് ഫലൈസ ഫീ യദിഹി ഷൈഉൻ, അവന്റെ കൈവശം ഒന്നും ഉണ്ടാകുന്നതല്ല. പരലോകത്തവൻ വട്ടപൂജ്യമാകും. ചോദിക്കപ്പെട്ടു, അള്ളാഹുവിന്റെ ശൈലി അതെന്താണ്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കത്മാനു സിദ്ദി, രഹസ്യങ്ങൾ മൂടിവെക്കലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ രഹസ്യം മൂടിവെക്കുന്നത് സർവശക്തനായ അള്ളാഹുവാണ്. അവന്റെ അടിമകളുടെ ഏത് പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലും ഒരാളോടും അറിയിക്കാതെ അതീവ രഹസ്യമായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ മറച്ചുവെക്കുകയാണ്. ആ സ്വഭാവം സത്യവിശ്വാസികളിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ നാളെ പരലോകത്ത് അവന്റെ കൈവശം അവന് വിജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവന്റെ സുഹൃതങ്ങൾ അവന് സ്ഥായിയായി നിലനിൽക്കുകയുള്ളൂ എന്ന് അലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. രണ്ടാമത് പറഞ്ഞത് പ്രവാചകന്റെ ശൈലിയാണ്. പ്രവാചകന്റെ ശൈലി ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അലി തങ്ങൾ പറഞ്ഞത് അൽ മുദാറാത്തു ബൈനന്നാസ്, ജനങ്ങളുടെ ഇടയിൽ നല്ല നിലയിൽ സഹവസിക്കുക, സഹകരിക്കുക എന്നുള്ളതാണ്. ജനങ്ങളുമായിട്ട് നല്ല നിലയിൽ സംസാരിക്കുകയും സഹവസിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന പ്രവാചകന്റെ ശൈലി. നമുക്കറിയാം, ശത്രുക്കളോട് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ഒരു നിലപാടിലായിരുന്നു, ആ ഒരു ശൈലിയിലായിരുന്നു. നമ്മൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുകയും പരസ്പരം സഹകരിക്കുകയും പരസ്പരം സന്തോഷം പങ്കുവെക്കുകയും വേണം. എന്നാൽ മാത്രമേ പരലോകത്ത് നമുക്ക് വിജയം കൈവരിക്കാൻ സാധ്യമാവുകയുള്ളൂ. മൂന്നാമത് ഔലിയാക്കളുടെ, അള്ളാഹുവിന്റെ പ്രേമഭാജനങ്ങളുടെ ശൈലി. അത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഹ്തിമാലുൽ അദാ അനിന്നാസ്, ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും സഹിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾ എന്ത് പറഞ്ഞാലും, ജനങ്ങൾ ഏത് രീതിയിൽ പ്രതികരിച്ചാലും അതിനൊന്നും മറുപടി കൊടുക്കാതെ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ച അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്. വിശുദ്ധ റമളാനെ സംബന്ധിച്ചിടത്തോളം ഈ 3 കാര്യങ്ങൾ വളരെ അനിവാര്യമാണ്. ഒന്ന്, ഒരാളുടെ ന്യൂനതയും മറ്റൊരാളോട് വിവരിക്കാൻ നിൽക്കാതെ, വിശദീകരണം കൊടുക്കാൻ നിൽക്കാതെ നാം സൂക്ഷിക്കുക. അതുപോലെ ജനങ്ങളുമായിട്ട് നല്ല നിലയിൽ വർത്തിക്കുക. 3, ബുദ്ധിമോക്ഷം കൊണ്ടോ അല്ലെങ്കിൽ വിവരക്കേടുകൊണ്ടോ നമ്മോട് ഏതെങ്കിലും രീതിയിൽ ഇടപെടുന്ന ഇടപാടുകളിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിപ്പോയാൽ അത് സഹിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവുക. ഇത് 3ഉമുള്ളവൻ പരലോകത്ത് വിജയിക്കുന്നവനാണ്. അല്ലാത്തവർ അവന്റെ കൈവശം ഒന്നുമില്ലാതെ പരാജയത്തിലേക്ക് പോകുമെന്ന് അലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്.